ചെയ്യണേ. അപ്പം അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ കാണും. ഞങ്ങളിന്ന് ആലപ്പുഴ കറവിക്കാരാണ്, മുല്ലക്കച്ചറപ്പ്. ഞങ്ങളന്ന് അതിന് പോയതാണ്. ഞാനും കുഞ്ഞാറ്റയും ചേട്ടനും എല്ലാവരും കൂടെ. എല്ലാവരും വിചാരിക്കുന്നത് ഇത്ര ആളുകളെന്ന്. ഇതാണ് ഞങ്ങളുടെ ചെറുപ്പ്. ഞങ്ങൾക്കിതൊരു വികാരമാണ് എല്ലാ വർഷവും ആലപ്പുഴക്കാർക്ക്. ഇതാ കാണുന്ന ഓപയം കണ്ട, അത് ബീബാക്കാരുടെ സംഭാവനയാണ്. എല്ലാ കൊല്ലം അവർക്കുള്ളതാണ്. ഏറ്റവും വലിയ പരിപാടിയാണ് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ. നല്ല രസമാണ് ഓരോരുത്തരും ഇങ്ങനെ നടന്നു പോകണത് കാണാനും കടകൾ കാണാനും എല്ലാം. എല്ലാവരും ചോദിക്കുന്നത് ഇതെന്തോ ഇരിക്കുന്നത് ഇതിനകത്ത്, ഇതിന് മാത്രം കുറേ ആളുകളല്ലേ ഉള്ളൂ. പക്ഷെ അല്ല, ഇതൊരു നല്ല രസമാണ്, ഞങ്ങൾക്കിതൊരു വികാരമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കയറി. ഇത് കണ്ട, നല്ല രസമല്ലേ കാണാൻ. ഇത് നിറച്ച് കടകളും നിറച്ച് അപ്പുറം ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളൊക്കെ പോവുകയാണേ. ഇത് കിട്ടിയ ഗ്യാപ്പിന് ഞാനൊരു ചെറിയ വീഡിയോ എടുത്തു. കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഞാൻ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ ഞങ്ങളതിനകത്ത് കാർണിവൽ കയറാൻ കയറിയായിരുന്നു. ഞാനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, വോയിസ് ഓവർ കൊടുക്കുന്നതിനും പ്രശ്നമുണ്ട്. കുഞ്ഞു ഇത് ആദ്യമായിട്ടത് കാണുന്നത്. അവന് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇനിയിപ്പോൾ ഓർമ്മ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ പിള്ളേർ അവർ കൊണ്ട് കൈ കൊടുത്തിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ, നല്ല വെച്ചായിരുന്നു. ഞങ്ങളൊന്നും അങ്ങനെ മേടിച്ചില്ല, സാധാരണ മേടിക്കുന്നത് വിചാരിച്ചാൽ ഒന്നും വേണ്ടി വന്നില്ല. ഞങ്ങളിങ്ങനെ ഞാനും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങി നോക്കി നടക്കാം. ആ കമ്മൽ കണ്ട, എനിക്ക് കമ്മലെന്ന് പറഞ്ഞൊരു വികാരമാണ്. അങ്ങോട്ട് അടുക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ. ഞങ്ങൾ കാർണിവൽ കയറി. അപ്പം എനിക്കൊരു സൗണ്ട്, എൻ്റെ ഫ്രണ്ടാണത്. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച അവൾ എന്നെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ഞങ്ങൾ പോകുന്നു. പിന്നെ അച്ഛനും മോളും കൂടെ ഊഞ്ഞാലെ കയറാൻ പോയി. ഞാൻ പോയില്ല, ഞാനും കുഞ്ഞും കൂടെ പുറത്ത് നിൽക്കായിരുന്നു. ചേട്ടനെടുത്ത വീഡിയോ എനിക്ക് അയച്ചു തന്നെ. അച്ഛനും മോളും കൂടെ കുഞ്ഞാറ്റ ഭയങ്കര ധൈര്യത്തിലാണ് കയറിപ്പോയി. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കയറും എന്നൊക്കെ പറഞ്ഞാൽ കയറിയ. പക്ഷേ കയറിയിട്ടൊന്നുമില്ല. എന്തെടുക്കാൻ, അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കിളി പോയി. തിരിച്ചു വന്നിട്ട് പറയാം, അമ്മ എനിക്ക് ശ്വാസം മുട്ടുന്നു, മേലോട്ട് പോയിട്ട് ഭയങ്കര ശ്വാസം മുട്ടില്ലായിരുന്നു. ഞാനിത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഈ വീഡിയോ ഞാൻ കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞ് ശരിക്കും പേടിച്ചിട്ട് ഇറങ്ങി വന്നത്. പക്ഷേ ഈ മോഹൻ തോന്നുമല്ലേ അവിടെ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ കാണിച്ചത്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇത്രയും എഫക്റ്റ് ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ നേരത്തെ കണ്ടിരുന്നത് ഞാൻ കുറച്ചുകൂടെ കളിയാക്കി എടുത്തതന്നെ അവളെ ഒന്ന്. ശരിക്കും പേടിച്ചു പോയി. കാരണം കാർന്നൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇത് മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, വേറെ പാട്ട് കിടപ്പുണ്ട് ഇതിനകത്ത്. കാർണിവൽ സ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ട് പാട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടിരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതിനെ. അവൾ കാർന്ന് നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാറിൽ പോയിട്ട്. കണ്ടോ, അവർ അപ്പുറം പുറകിരിക്കുന്നവർക്ക് എക്സൈറ്റാണ്, കാരണം അപ്പോൾ കൊച്ചു പിള്ളേരല്ലേ. നമ്മൾ ശരിക്കും പേടിച്ച്. ചേട്ടൻ ഇങ്ങനെയുള്ളതിനൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് തൊട്ടിയാട്ടം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് അച്ഛനും മോളും കൂടെ കുഞ്ഞാറ്റ ശരിക്കും പേടിച്ചു വന്നാൽ ശരിക്കും പേടിയാൻ വെച്ചാൽ ആൾ ബോധം കിട്ട് പോകുന്നത് ചോദിച്ചു. പക്ഷേ അവൾ നല്ല ഇതായിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ഞങ്ങളത് കണ്ട് നല്ല രസമായിരുന്നു കാണാൻ. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ളതിനൊന്നും കേട്ടില്ല. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു ട്രെയിൻ പോലൊരു സാധനത്ത് കയറിയായിരുന്നേ, ഞാനും ഞങ്ങൾ 4 പേരും കൂടെ കയറി. കുഞ്ഞ് പേടിച്ച് കാറുമെന്നാണ് ഞാൻ പ്രവേശിച്ചത്. പക്ഷേ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും അതിനകത്ത് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് അത് ഞാൻ ആഡ് ചെയ്യാത്തത്. അത് നല്ല രസം, അവന് കുഴപ്പമില്ല. നല്ലോണം എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ടു അവനത് കാണാൻ വേണ്ടി. ഇവള് കറിയതോളൊന്നും അവനകത്ത് കറിയില്ല കേട്ടോ. അവൻ്റെ ഈ പിള്ളേർ കരയുമല്ല, അല്ലാത്തൊരു കരച്ചിലില്ലേ, അതാണ് അവൻ ചെയ്തത്. ഇത് മൊത്തം കുഞ്ഞാറ്റ കാറി കൂവി ലാസ്റ്റ് നിർത്തിയപ്പോഴാണ് കുഞ്ഞാറ്റയ്ക്കൊരു സമാധാനമായത്. അവിടെ കാറാണ് ഇതിനകത്ത് മൊത്തം ഉള്ളത്. ഒരു രക്ഷയില്ലാത്ത കാറായിപ്പോയി. ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു, നമുക്ക് നോക്കാം, ഒന്നും അല്ല. മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ പറയാം കുഞ്ഞാറ്റയ്ക്ക് എന്തോരം കുഞ്ഞാറ്റ പേടിച്ചിട്ടുണ്ടെന്ന്. ഇത്രയും ക്ലിപ്പ് എന്ന് കുറച്ച് കൂടുതലായിപ്പോൾ. ഇത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഞാനത് കണ്ടത്. ഇത് ആദ്യമായിട്ട് നിങ്ങളൊക്കെ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ. ഇത് എഡിറ്റിങ്ങിന് എന്താ, സൗണ്ട് കൊടുക്കുന്നത് എന്താ, ഇത് ആദ്യമായിട്ട് ഞാൻ റീൽസ് അല്ലാതെ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അതിൻ്റേതായ എല്ലാ പോരായ്മകളും കാണും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്കറിയത്തില്ല, എഡിറ്റ് ചെയ്തത് അറിയാമില്ല. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ കേട്ടോ. ഇത് തീർന്ന് ഇത്രയേ ഉള്ളൂ. കാറ് കോവി കുഞ്ഞാറ്റ ലാസ്റ്റ് പറയുന്നുണ്ട്, എടോ ചേട്ടോ എന്നെ ഇറക്കി വേണോ എന്നൊക്കെ കുഞ്ഞാറ്റ ലാസ്റ്റ് പറയുന്നുണ്ട്. കുഞ്ഞാറ്റ കാറ് കോവിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ശരിക്കും പിടിച്ചു പോയി. അവൾ ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നി, മേലോട്ട് പോകുമ്പോൾ, താഴോട്ട് വരുമ്പോൾ കുഴപ്പമില്ല, മേലോട്ട് പോകുമ്പോൾ ശ്വാസം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങി വന്നത്. ചേട്ടൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ചേട്ടൻ എവിടെ ഉണ്ടെങ്കിലും ഇതിനകത്ത് കയറും. പിന്നെ തൊട്ടിയാട്ടം ഞാൻ കൊച്ചിലെ തൊട്ട് കണ്ടിട്ടുണ്ടെങ്കിലും തൊട്ടിയാട്ടത്തിൽ അതിനകത്തൊന്നും കയറിയില്ല. വള്ളത്തെ കയറാറുണ്ട്, ഇതിൽ കയറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അല്ലാതെ തൊട്ടിയാട്ടത്തിൽ ഞാൻ കയറിയിട്ടില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അതെന്താന്ന് പോലും എനിക്കറിയാമല്ല. പിന്നെ ഞങ്ങൾ ഈ സാധനം
ഇയറിയൽ വെറുതെ 50 രൂപ വെറുതെ കാശ് കളയാൻ വേണ്ടി മനുഷ്യൻ മേടിച്ചാൽ. ഞാൻ പറഞ്ഞത് മേടിക്കേണ്ട ആവശ്യമില്ല, എന്തിനാ വെറുതെ 50 രൂപ കളയുന്നത്? നിങ്ങൾക്ക് ഉന്നമില്ല ഒന്നുമില്ല, നിങ്ങൾ കിട്ടാൻ പോണില്ല. അടുത്തത് ഇതും മേടിച്ച് 50 രൂപയ്ക്ക് 100 രൂപ വെറുതെ കളയാൻ വേണ്ടി എറിഞ്ഞൊന്നും കിട്ടാൻ പോണില്ല. അവരുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമില്ല. എന്നിട്ട് കുഞ്ഞാറ്റയും മേടിച്ചെറിയുന്നുണ്ട്. അച്ഛൻ ഞാനൊന്ന് എറിഞ്ഞ് നോക്കട്ടെ അച്ഛാന്ന് പറഞ്ഞിട്ട് അവളും മേടിച്ചെറിഞ്ഞ്. അവളും അച്ഛൻ്റെ മോള് തന്നെ, യാതൊരു മാറ്റവും ഇല്ല. അവരറിയാൻ വേണം. എന്തിനാ അറിയാത്ത പണിക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞതാണ് മേടിച്ചത്. എവിടെ കുഞ്ഞാറ്റേ എറിഞ്ഞ്, അവളും കളഞ്ഞ് പുറത്ത്, പുള്ളിയുടെ പുറത്ത് കൊണ്ട് ഇട്ട് കൊടുത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാശും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് കമ്മൽ മേടിക്കണമെന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കമ്മലുണ്ടായിരുന്നു. പക്ഷേ എന്നെ ചേട്ടൻ ആ സൈഡിലോട്ടേ അടുപ്പിച്ചിട്ടില്ല. എനിക്ക് കമ്മലൊരു വികാരമാണ്. ഇഷ്ടംപോലെ കമ്മലുകട ഉണ്ടായിരുന്നേ, സമ്മതിച്ചില്ല, മേടിപ്പിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തറഞ്ഞ് ഇഷ്ടം പോലെ പോന്നു. ഈ പട്ടിക്കുട്ടിയെ കാണാൻ നല്ല രസമാണ്, നല്ല രസമല്ലേ? ഇങ്ങനെ ആടുന്നതാണ്, ടിങ് ടിങ് ടിങ്, നല്ല രസമല്ലേ കാണാൻ? ഞാനിത് മേടിക്കണമെന്നുണ്ട്, പക്ഷെ മേടിച്ചില്ല. കുറേ നല്ല നല്ല സാധനങ്ങളുണ്ട്. അതിന് ഈ ബലൂണൊക്കെ കൊണ്ട് കൊച്ചിൻ്റെ കൈ കൊടുത്തിട്ടൊന്നും കൊച്ചിന് വേണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. നല്ല കൊച്ചായിരുന്നു ഞങ്ങളുടെ കൊച്ച്. അവന് ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കണ്ടിരിക്കുന്നുണ്ടോ സുന്ദരൻ? ഇങ്ങനെ മേലിരുന്നിട്ട് കാണുന്നത്. ഇപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ക്രിസ്മസ് പപ്പാനെ വിളിച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ കയറി കുഞ്ഞിനെയും കുഞ്ഞാറ്റനെയൊക്കെ ഫോട്ടോ നിർത്താൻ പറ്റി. ആ പൊട്ടം നിൽക്കത്തില്ല, ഓടിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.